എല്ലാ രാത്രിയും ഗാസയിലെ 30 മുതൽ 40 വരെ ആളുകളെ കൊല്ലണമെന്ന് ഇസ്രയേലി മന്ത്രി ഇറ്റാമർ ബെൻ ഗിർ. നെതന്യാഹു മന്ത്രിസഭയിലെ ദേശീയ സുരക്ഷാ മന്ത്രി കൂടിയാണ് ഇറ്റാമർ ബെൻ ഗിർ. ഇദ്ദേഹമാണ് ഈ പ്രസ്താവന നടത്തിയത്. തീവ്ര വലതുപക്ഷവാദിയായ ബെൻഗിറിന്റെ പ്രസ്താവന ഇതിനകം വലിയ വിവാദമാണ്. ഗാസയിലെ ബന്ധിയാക്കപ്പെട്ട റോം ബ്രാസ്ലാവ്സ്കി എന്നയാളുടെ പോഡ്കാസ്റ്റിൽ സംസാരിക്കവെയാണ് ബെൻഗിർ ഇക്കാര്യം പറഞ്ഞത്. രഞ്ജിത്ത് രാമചന്ദ്രൻ ചേരുന്നുണ്ട്. രഞ്ജിത്ത്, എന്താണ് ഇതിൻ്റെ വിശദാംശം? സൈത്ത്, വളരെ പ്രധാനപ്പെട്ട കാര്യം, 2023 ഒക്ടോബറിൽ ഹമാസിന്റെ ആക്രമണത്തിൽ നിന്ന് നമുക്കറിയാം ഹമാസ് ഇസ്രായേലിനെ എത്രത്തോളം ഗുരുതരമായാണ് ആക്രമിച്ചത് എന്നറിയാം. ആ ആക്രമണത്തിൽ നിന്ന് എങ്ങനെയാണ് ഇസ്രായേൽ കരകയറിയത് എന്നുള്ളതിനെക്കുറിച്ചാണ് ഈ പോഡ്കാസ്റ്റിൽ ഈ മന്ത്രി സംസാരിച്ചത് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിനിടയിലാണ് ഈ വിവാദമായ പരാമർശം മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അതീവ ഗുരുതരമായ പരാമർശമാണ്. അതായത് താൻ ബെഞ്ചമിൻ നെതന്യാഹുവിനോട് പലപ്പോഴും ഗാസയെ ആക്രമിക്കുന്ന കാര്യത്തിൽ എതിർക്കുന്ന ഒരാളാണ്. ഇങ്ങനെയൊന്നുമല്ല ഗസയെ കൈകാര്യം ചെയ്യേണ്ടത് എന്നാണ് ഈ മന്ത്രി പറഞ്ഞു വെക്കുന്നത്. അദ്ദേഹം പറയുന്നത് 30 മുതൽ 40 വരെ ആളുകളെ ദിവസവും അവിടെ കൊന്നു തീർക്കണം എന്നുള്ളതാണ് ഈ മന്ത്രിയുടെ വിവാദ പ്രസ്താവന എന്ന് പറയുന്നത്. ഇത് വലിയ വിവാദമായി മാറിയ ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ഇത് മാത്രമല്ല, ആക്രമണങ്ങളിൽ കുറവ് വരുത്തിയ ഇസ്രായേലിൻ്റെ നടപടികളെ നമുക്കറിയാം. സമീപകാലത്തായി അമേരിക്ക ഇടപെട്ട് അവിടെ ഒരു സമാധാന കരാറൊക്കെ നടപ്പിലാക്കിയിരുന്നു. പക്ഷേ അതിലൊന്നും ഇസ്രായേൽ വഴങ്ങുന്നില്ല എങ്കിൽ പോലും ആക്രമണത്തിൻ്റെ മൂർച്ച ഇസ്രായേൽ കഴിഞ്ഞ കുറേ നാളായി കുറച്ച ഒരു പശ്ചാത്തലമുണ്ട്. പക്ഷേ അപ്പോഴും നിരവധി ആളുകൾ ഗാസയിൽ കൊല്ലപ്പെടുന്നുണ്ട്. ഇതൊന്നും തനിക്ക് പോരാ എന്നാണ് ഈ മന്ത്രി ബെൻ ഗിർ പറഞ്ഞു വെക്കുന്നത്. പ്രധാനമായും 30 മുതൽ 40 വരെ ആളുകളെ തെരഞ്ഞുപിടിച്ച് ദിവസേന കൊല്ലുകയും അങ്ങനെ ഗാസയെ, അവിടുത്തെ പലസ്തീൻകാരെ പൂർണ്ണമായും കൊലപ്പെടുത്തണം എന്നുള്ള ആവശ്യമാണ് ഈ മന്ത്രി മുന്നോട്ട് വെച്ചത്. തീവ്ര വലതുപക്ഷ ചിന്തയുള്ള ഒരാൾ കൂടിയാണ് ബെൻ ഗിർ എന്നുകൂടി നമ്മൾ ഇതിനോട് ചേർത്ത് വെക്കണം. സമീപകാല ഭീഷണിയാകാൻ സാധ്യതയുള്ളവരെ മാത്രമല്ല, ജീവിക്കാൻ അർഹതയില്ലാത്ത നിരവധി ആളുകൾ അവിടെ ഉണ്ട് എന്ന് ബെൻ ഗിർ പറഞ്ഞു വെക്കുന്നു. അവരെ ജീവിക്കാൻ അനുവദിച്ചുകൂടാ, അവർ മനുഷ്യർ പോലുമല്ല എന്നാണ് ഈ ബെൻ ഗിർ എന്ന മന്ത്രി പറയുന്നത്. ഈ സമാനമായ പ്രസ്താവനകൾ നേരത്തെയും ബെൻ ഗിറിൻ്റെയും ഇസ്രായേലി ഉദ്യോഗസ്ഥരുടെയൊക്കെ ഭാഗത്തുനിന്ന് ഉണ്ടായത് കൂടി നമ്മൾ ഇതിനോട് ചേർത്ത് വെക്കണം. ഇവയിൽ പലതും ഇസ്രായേൽ അവിടെ വംശഹത്യ നടത്തുന്നു എന്നതിന് തെളിവായി ഐക്യരാഷ്ട്രസഭയ്ക്ക് മുന്നിലും മറ്റും ഹമാസും മറ്റും ഹാജരാക്കിയ ഒരു സാഹചര്യം കൂടിയുണ്ട്. ഏതായാലും അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി കേസുകൾ നടക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ഏതായാലും ഇസ്രായേൽ ഇത്തരം ആരോപണങ്ങൾ, വംശഹത്യ എന്ന ആരോപണങ്ങൾ പൂർണ്ണമായും തള്ളുന്നതിനിടയിലാണ് ഇത്ര വലിയ ഒരു പ്രസ്താവന, ഗുരുതരമായ ഒരു പ്രസ്താവന ഈ മന്ത്രിയുടെ ഭാഗത്തുണ്ടാകുന്നത് എന്ന് ശ്രദ്ധേയമാണ്. നമുക്കറിയാം ഗാസയിലെ സ്ഥിതിഗതികൾ ഒട്ടും ശുഭകരമല്ല. ഇപ്പോൾ കാര്യങ്ങൾ ഒട്ടും സമാധാനപരമല്ല. കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റിൻ്റെ പ്രത്യേക ദൂതൻ വന്ന് അവിടെ ചർച്ച നടത്തി, ഹമാസ് പ്രതിനിധികളെ കണ്ട് ചർച്ചയൊക്കെ നടത്തി. ഇസ്രായേലിനെ ഇപ്പോൾ ഈ കരാർ അംഗീകരിപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. ഇന്നിപ്പോൾ അവർ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ കണ്ട് ഗസയിൽ ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്ന ആവശ്യമൊക്കെ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇതിനിടയിലാണ് ഇസ്രായേലി മന്ത്രിസഭയുടെ, അതായത് നെതന്യാഹു മന്ത്രിസഭയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയുടെ മനസ്സിലിരിപ്പ് കൂടി പുറത്തു വരുന്നത്. അതായത് ഗസയിൽ നടക്കുന്ന മനുഷ്യഹത്യ എത്രത്തോളം ഗുരുതരമാണ് എന്നതുകൂടി ചൂണ്ടിക്കാട്ടുന്ന ഒന്നാണ് ഈ ബെൻ ഗിറിൻ്റെ പ്രസ്താവന എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. ഏതായാലും ഇത് ലോകരാജ്യങ്ങളെ വല്ല ഞെട്ടിച്ചിട്ടുണ്ട്. മനുഷ്യാവകാശ പ്രവർത്തകർ ഈ വിഷയത്തിൽ ഇടപെടുന്നുണ്ട്. ഈ പ്രസ്താവനകളെ വംശഹത്യയുടെ തെളിവായി കാണണമെന്ന് നീതിന്യായ കോടതിയിൽ അഭ്യർത്ഥിക്കാൻ ഇപ്പോൾ അവിടെ ഹമാസ് ശ്രമങ്ങൾ ആരംഭിച്ചു എന്ന വിവരങ്ങൾ കൂടിയുണ്ട്. ഏതായാലും ഈ പോഡ്കാസ്റ്റ് വലിയ വിവാദമായിരിക്കുകയാണ് സൈത്ത്. ഒറ്റപ്പെടുകയാണ് ഈ ഗാസ വിഷയത്തിൽ എന്നതാണ്. അമേരിക്ക പോലും നിലപാട് മാറ്റുമ്പോൾ കൂടുതൽ കടുത്ത വലതുപക്ഷ നിലപാടുകളുമായി ഇസ്രായേൽ കളത്തിൽ പിടിക്കുമ്പോൾ അത് വലിയ തരത്തിൽ ഇസ്രായേലിനെ ഒറ്റപ്പെടുത്താനുള്ള നീക്കം കൂടിയായി മാറുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.